അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളിങ്ങനെ പത്രങ്ങളിലൂടെയൊക്കെ ഒരു വാർത്ത കണ്ടിരുന്നു. ഒരാൾ ഡോക്ടറായി നടിച്ചിട്ട് 10-20 വർഷം ഒരു നാട്ടിൽ സേവനം ചെയ്തു. പിന്നീട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അത് കണ്ടെത്തുകയും അത് വ്യാജ ഡോക്ടറാണെന്ന് മനസ്സിലായി പോലീസിനെ ഏൽപ്പിച്ച വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് നാട്ടിൽ വളരെ സുലഭമായൊരു സംഗതിയാണ്. വക്കീലല്ലാത്ത ആൾക്കാർ വക്കീലായി പ്രാക്ടീസ് ചെയ്യുക, കോടതിയിൽ കുറേ കാലം ഗുമസ്തനായിട്ടൊക്കെ നിന്ന ആളായിരിക്കും. ഒരുപക്ഷെ കോടതിയിൽ ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ കൂടെ പേപ്പർ എടുത്ത് കൊടുക്കാനും ഗുമസ്തനക്കായി നിന്ന് 10-20 വർഷം ജോലി ചെയ്ത ഒരാൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു വക്കീലിനേക്കാൾ നല്ലൊരു അറിവുള്ളവനും നിയമവശങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അയാൾക്ക് കോടതിയിൽ കയറി അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വാദിക്കാനുള്ള അതോറിറ്റി അയാൾക്കില്ല. കാരണം അയാളൊരു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ ബാർ കൗൺസിൽ അംഗീകരിച്ച അയാളൊരു ലോയറല്ല, അംഗീകരിക്കപ്പെട്ട ലോയറല്ല. അതേസമയത്ത് ഒരാൾ കുറ്റവാളിയായിട്ടോ പ്രതിയായിട്ടോ കോടതിയിലെത്തിയാൽ അയാൾക്ക് സ്വമേധയാ അയാളുടെ കേസ് വാദിക്കാനുള്ള റൈറ്റും ഇന്ത്യയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അതോറിറ്റി അല്ലാത്ത ആളുകൾ, അതായത് ഓരോ വിഷയത്തിനും ആ വിഷയത്തിന് ആപ്റ്റ് അല്ലാത്ത ആളുകൾ വന്ന് വിഷയങ്ങൾ കൈമാറുന്നതും അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ വളരെ തെറ്റായ സംഗതിയാണ്. അത് ഏത് ഫീൽഡിലും അത് ഒരു തെറ്റായ സംഗതി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മെഡിക്കൽ പുസ്തകങ്ങൾ ഉണ്ടാവുകയും ഞാൻ ആ മെഡിക്കൽ പുസ്തകത്തിൽ പറഞ്ഞ കുറേ മെഡിക്കൽ ടെർമിനോളജികൾ ഇങ്ങനെ കുറച്ച് കാണാതെ പഠിച്ചിട്ട് ആളുകളുടെ ഇടയിൽ കൂടി നിന്ന് ഞാൻ അതിൻ്റെ ടെർമിനോളജി വെച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മെഡിക്കൽ സയൻസ് ഒക്കെ അറിയുന്ന ഡോക്ടറാണെന്ന് കരുതിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് രോഗിയെ കാണിക്കാനോ ചികിത്സിപ്പിക്കാനോ പറ്റില്ല. പണ്ടത്തെ ശിക്കാരി ശംഭുവിൻ്റെ കഥ പറഞ്ഞതുപോലെ വല്ലപ്പോഴും ഏതെങ്കിലും രോഗിക്ക് ഞാൻ വല്ല ഗുളികയും കൊടുത്ത് രോഗം മാറിയെങ്കിൽ അത് ചക്ക ഇട്ട് മുയൽ എത്തും എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അത് എന്നെ സംബന്ധിച്ചോളം എന്നെ അംഗീകരിക്കാനോ ഞാനൊരു ഡോക്ടറായി ലേബൽ ചെയ്യാനോ ഉള്ള കാരണമല്ല. ഞാനീ പറഞ്ഞതിൻ്റെ ആകത്തുക ഇപ്പം നമ്മളെ നാട്ടിൽ വ്യാപകമായിട്ട് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വല്ല ബുർദ മജ്ലിസുകളും കെട്ടുക. അവിടെ കുറച്ച് മുൻഷിദീങ്ങൾ പാട്ടുകാർ ഇങ്ങനെ സൈഡിൽ കൂടി പാട്ട് പാടും. വേറെ 1-2 ആൾക്കാർ പ്രഭാഷണം നടത്തും. ഈ പ്രഭാഷണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയും. പിന്നീട് ഒരു ഗ്രൂപ്പ് മാസ് സൈക്കോളജി ഉപയോഗിച്ച് ആളുകളെ വശീകരിക്കുന്ന വർത്തമാനങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ മുഴുവനായിട്ട് എന്താ പറയുക, നമ്മളെ മൈൻഡ് എടുക്കുന്ന ആളുകളൊക്കെ ഇപ്പം മെൻ്റൽ പരിപാടികളൊക്കെ ഇപ്പം ഞാൻ നാട്ടിൽ സജീവമായിട്ടുണ്ട്. അത് ബുർദ ഫീൽഡിലുണ്ട്, എല്ലാത്തിടത്തൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ടെർമിനോളജികൾ, സൂഫിസമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജികൾ പറയും. ഈ സൂഫിസമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജികളൊക്കെ വളരെ വ്യാപകമായ സംഗതികളാണ്. അത് എല്ലാ കിതാബിലും പറയുന്ന ഒരു 2 കൊല്ലം കിതാബ് ഓതിയ ഒരു വ്യക്തിക്ക് സൂഫി ടെർമിനോളജികൾ ഇപ്പോൾ വളരെ ലളിതമായി കിട്ടുന്നതാണ്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ എന്തൊക്കെയാണ് സൂഫി ടെർമിനോളജി നോക്കിയാൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. ചാറ്റ്ജിപിടിയോടോ ജെമിനിനോടോ ചോദിച്ചാൽ അവർ വളരെ കൃത്യമായിട്ടൊരു ലിസ്റ്റ് തന്നെ അയച്ചുതരും. സൂഫി മർത്തബകളെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന റൂട്ടുകളൊക്കെ പറഞ്ഞു തരാൻ കഴിയും. ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ മാരിഫ് പോലെയുള്ള ഇമാം സുഹ്റവർദി തങ്ങളുടെ കിതാബുകളൊക്കെ പന്താവുന്ന പോലെയുള്ള ആളുകളും മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് തന്നെ സൂഫിസുമായിട്ട് ബന്ധപ്പെട്ട ആധ്യാത്മികതുമായി ബന്ധപ്പെട്ട പണ്ട് ഒരു 20 വർഷം മുന്നേ കറണ്ട് ബുക്സ് ഇറക്കിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനത്തെ കുറേ ടെർമിനോളജികളും മറ്റും പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ നമുക്ക് തിരിയാത്തതായ കുറേ ടെർമിനോളജികൾ മീൻസ് സാങ്കേതിക പദങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അയാൾ വലിയ സൂഫിസത്തിൻ്റെ ആളാണ്, തസൂഫിൻ്റെ ആളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, പിന്നെ അയാളൊരു ഷെയ്ഖാക്കി കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ അപകടകരമായൊരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ ഡോക്ടർമാർ സമൂഹത്തിൽ കറങ്ങി നടക്കുന്നത് പോലെ ഉള്ളൊരു സിസ്റ്റം തന്നെയാണ് ഈ പറഞ്ഞ ഈ ടെർമിനോളജികൾ ഉപയോഗിച്ച് ആളുകളെ വശീകരിക്കുന്ന ഒരു പരിപാടി. ഇപ്പം നമ്മൾ തന്നെ പല മെന്റലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അവർ ഒരു വലിയ ജനതയെ തന്നെ ഒറ്റയടിക്ക് അവർ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പരിപാടി. ഇതൊക്കെ കൺകെട്ടിന്റെയും മാസ്മരികതയുടെ ഒരു സംഗതിയാണ്. അതൊന്നും ആത്മീയതയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇന്നിപ്പോ കുറെ ആൾക്കാർ ഇതിന്റെ പിറകിലാണ്. ഈ മാസ്മരികതയുടെ പിന്നിൽ, മാന്ത്രികതയുടെ പിന്നിൽ,
ഇങ്ങനെ ഹിപ്നോട്ടിസ് ചെയ്ത വാക്കുകൾക്ക് പിന്നിൽ ഓടുന്ന തിരക്കിലാണ് ആളുകൾ. നമ്മുടെ പ്രവർത്തകരും സുന്നികളും ഒരിക്കലും പെടരുത്. ഇപ്പം നമ്മളെ ഉസ്താദ്മാർ നല്ല തലയെടുപ്പുള്ള റയീസുലമയെ പോലെയുള്ള സുൽത്താനുൽ ഉസ്താദിനെ പോലെയുള്ള, ഇനി EK സമസ്തയിൽ നോക്കുകയാണെങ്കിൽ ജഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള, ആലിക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക് ഇപ്പം എന്താ സൂഫി ടെർമിനോളജി വെച്ച് സംസാരിക്കാനും ആളുകളോട് അറിയായിട്ടല്ലല്ലോ. അത് അതിൻ്റെ സ്ഥലമല്ല. കല്ലുമിന്നാസ്ബി കതിരി ഉക്കൂലിയും, ജനങ്ങളുടെ ഈമാനൊക്കെ വളരെ ദുർബലമാണ്. കാലം കഴിയും തോറും ജനങ്ങളുടെ ഈമാനിന് ദുർബലത സംഭവിച്ചുകൊണ്ടേയിരിക്കും. പണ്ടത്തെ സഹാബികളുടെയും താബികളുടെയും കാലത്തുള്ള ഈമാനല്ല ജനങ്ങൾക്കുള്ളത്. അത് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിക്ക് ആപ്റ്റായിട്ടുള്ള, അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അതല്ലാത്തൊരു രൂപത്തിൽ സംസാരിച്ചാൽ എന്താക്കും, അവര് മതനിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ദീനിൽ നിന്നും പുറത്തു പോകാൻ തന്നെ കാരണമായി പോകും. അപ്പോൾ കുറെ കൺകെട്ട് വിദ്യകൾ കാണിച്ചുകൊണ്ട് ആളുകളെ മാസ് ഹിപ്നോട്ടിസ് ചെയ്യുന്ന വർത്താനൊക്കെ പറഞ്ഞ് ദീനിൽ നിന്ന് അകറ്റുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം കറാമത്തുകൾ പറയരുതെന്നോ മൊഴിജിതത്തുകൾ പറയരുതോ എന്നല്ല. നമുക്കൊക്കെ അറിയാം, ഈജിപ്തിൽ നിന്ന് ഉത്ഭവിച്ച വഹാബി ആശയധാരകളിൽ നിന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഖുർആനിൽ മൂസാ നബിയുടെ കറാമത്തുകളും യൂനുസ് നബിയുടെ കറാമത്തുകളെന്നും മൊഴിജിതത്തുകളെന്നും പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ സലഫീസ് അല്ല ഇത്. അതേ സമയത്ത് കറാമത്തുകൾ പറയേണ്ടതുണ്ട്, മൊഴിജിതത്തുകൾ പറയേണ്ടതുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനതയോടാണ് പറയേണ്ടത്. ആശയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വാക്ക് പറഞ്ഞു. കിട്ടിയ സന്തോഷത്തിൽ വാക്കുകളുമായി പുറത്തു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സദസ്സിനോട് അങ്ങ് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം ഖാസായി പറഞ്ഞ, സ്പെഷ്യലായിട്ട് പറഞ്ഞൊരു വർത്താനായിരുന്നു. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്നും കിട്ടിയ സന്തോഷത്തിൽ വന്ന് പുറത്തു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ അതിനെ പ്രതിരോധിച്ചു. അത് ഉമർ റളിയല്ലാഹു അൻഹു തെറ്റുകാരനായിട്ടല്ല, അത് ആ പറയേണ്ട ആളുകളോ സമൂഹമോ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തടഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വ്യസന സമേതം തിരുനബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മുത്തുനബിയെ, താങ്കൾ അങ്ങ് പറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അതിനെ തടഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, സദഖ്തയാ ഉമർ ചെയ്തതാണ് ശരിയെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശരിവെക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അത് ജനങ്ങളുടെ ബുദ്ധിക്കും അവരുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ തോതിനനുസരിച്ച് മാത്രമേ വർത്താനം പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന് ഇപ്പോൾ കുറേ കൂട്ടർ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വായിച്ച പുസ്തകങ്ങളിലുള്ള അറിവുകൾ മൊത്തം ഛർദ്ദിക്കുക, കേട്ട അറിവുകൾ മൊത്തം ഛർദ്ദിക്കുക. അത് വളരെ വലിയ അപകടങ്ങളിലെത്തിക്കും. പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്രിയപ്പെട്ട സുന്നികൾ, പ്രിയപ്പെട്ട വിശ്വാസികൾ, അത് നമ്മൾ കൂടെ നിന്ന ആളുകളായിരിക്കാം, കൂടെ നിൽക്കാത്ത ആളുകളായിരിക്കാം, പിന്നെ പറ്റ തെറിച്ചുപോയ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാനില്ല. അത് ഏത് കാലത്തും ഇങ്ങനത്തെ ഒരു വിഭാഗം വന്നുകൊണ്ടേയിരിക്കും. അവരെക്കുറിച്ച് ചർച്ചയില്ല. അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ സുന്നികൾ ഉമ്മത്തൻ വസത്ത, അവർ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ്. കറാമത്തുകളും മുഅ്ജിസത്തുകളും വിശ്വസിക്കുന്നവരാണ്. അത് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ്. എന്നാൽ അത് തീരെ പറയാതിരിക്കുകയും ചെയ്യില്ല. അത് പറയേണ്ട സമൂഹത്തോട്, പറയേണ്ട കൗമിനോട്, ചെയ്യേണ്ട കൗമിനോടും മാത്രമേ അത് പറയാനും വിശ്വസിപ്പിക്കാനും കഴിയുള്ളൂ. അല്ലാതെ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി എല്ലാവരോടും പറയേണ്ടതില്ല. പിന്നെ പ്രഭാഷണം കൊലത്തൊഴിലാക്കി മാറ്റിയ ആളുകൾക്ക് അവരെ തൊഴിൽ പ്രഭാഷണം മാത്രമാണ്. പാട്ടുകാരുടെ പാട്ട് പോലെയാണ് പ്രഭാഷകരുടെ പ്രഭാഷണം. അവരുടെ പ്രഭാഷണത്തിൽ മാത്രമാണ്. അവർ പറയുന്ന സംഗതി അവരുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഈ പറയുന്നതൊക്കെ അയാളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. അത് അയാളുടെ ജീവിത മാർഗത്തിനുള്ള ഒരു മാർഗം മാത്രമായിരിക്കാം. പണം കിട്ടാനുള്ള ഒരു പാട്ടുകാരൻ പാട്ടുപാടി പോകുന്നത് പോലെ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് നല്ല പാട്ടുപാടും, അയാൾ വീട്ടിലെത്തിയ ഭാര്യയായിട്ട് നല്ലതായിരിക്കും. അത് അയാളുടെ പാട്ടുപാടൽ അയാളുടെ ഉപജീവിത മാർഗം പോലെയാണ് ചില പ്രഭാഷകർക്ക് പ്രഭാഷണം എന്നുള്ളത്. ക്ലാസ് എടുക്കാനും സൈക്കോളജി ക്ലാസ് എടുക്കാനും ഫാമിലി കൗൺസിലിംഗ് എടുക്കാനും അയാൾ മുൻപന്തിയിലായിരിക്കും. അതനുസരിച്ച് അയാളുടെ ലൈഫിൽ അത് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രസ്ഥാനങ്ങളിലും വ്യാജ പ്രചരണങ്ങളിലും ഒന്നും നമ്മുടെ സമൂഹം പെട്ടുപോകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അതോറിറ്റിയുള്ള ആളുകളോട് ചോദ്യം ചോദിക്കും. ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, പോഡ്കാസ്റ്റ് നമുക്കൊരു ഇന്റർവ്യൂ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരോടും ചോദിക്കുക. ഇപ്പോൾ റീസെന്റ് ഇന്നലെ നാട്ടുകായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പെൺകുട്ടിയോട്, ഒരു തങ്ങളുടെ കുടുംബത്തിലെ ചെറിയ പെൺകുട്ടിയോട്, ആ കുട്ടിക്ക്
ഉൾക്കൊള്ളാൻ കഴിയാത്ത, വഹിപ്പാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആ കുട്ടിയിൽ നിന്നും അബദ്ധജടിലമായ കാര്യങ്ങൾ പുറത്ത് ചാടിച്ചിട്ട് ഇതാണ് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഇതാണ് അഹ്ലുസുന്നയുടെ ആളുകളുടെ ആശയം എന്ന തരത്തിലൊക്കെ പറയും. അത് ആ കുട്ടിക്ക് അറിവില്ലാത്തതാണ്. അറിവില്ലാത്തവരോട് ഇപ്പൊ എന്നോട് വന്നിട്ട് മെഡിക്കൽ സയൻസിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും? അതുപോലെയാണ് ഇത്തരം അറിവില്ല പിള്ളകളോട് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ച് ആ നാവിൽ നിന്ന് വരുന്ന സംഗതികൾ ഇതാണ് ഇസ്ലാമിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ ഇതാണ് ഫിഖ്ഹിൽ ഇതിന്റെ ഐഡിയോളജി എന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമധർമ്മങ്ങൾ പറ്റബദ്ധമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലും പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ വന്ന് ചാടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.